ബലിയർപ്പണം നടക്കുന്ന ഒരു ആലയത്തിൽ നമ്മൾ കാണിച്ചു കൂട്ടിയത് വ്യക്തമായിട്ടും വ്യക്തിപരമായിട്ടും ഒരു ആത്മശോധന നടത്തണം. കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങള്, വഴക്കുകള്, ആശയക്കുഴപ്പങ്ങള്, ചർച്ചകൾ, ഇതൊന്നും നടക്കേണ്ട സ്ഥലമല്ല കർത്താവിന്റെ ബലിപീഠം. ആ ബലിപീഠത്തിൽ നിലനിൽക്കുന്ന ആലയം പറയുമ്പോൾ ഇത് ചൊറിയും മാന്തും എന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ ഇരുന്ന് ചൊറിഞ്ഞോ, സമയം കിട്ടുമ്പോൾ ഇരുന്ന് മാന്തിക്കും. നന്നായിട്ട് മനസ്സിലാക്ക്. കാലഘട്ടത്തെ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈശോ കാണിച്ച ഏറ്റവും വലിയ അടയാളത്തിലൂടെയാണ്. എന്നും നിൽക്കുന്ന ഒരു അടയാളം, ഇതിന് മുകളിൽ മറ്റൊരു അടയാളം കർത്താവിന് കാണിക്കാനില്ല. വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ബലിപീഠത്തിന്റെ ചുറ്റും നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ദൈവജനമേ, ദൈവത്തിന്റെ പുരോഹിതന്മാരെ, നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന മലയിൽ ഒരു മൃഗം കാലുകുത്തിയാൽ ആ മൃഗത്തെ ചുട്ടുകൊല്ലണമെന്ന പഴയ നിയമത്തിന്റെ കാർക്കശ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന ബലിപീഠത്തിന്റെ ചുറ്റും കിടന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്നത് എന്താണ്? ഞാൻ ശരി, നീ ശരി, അവര് തെറ്റ്, ഞാൻ കുറച്ചുകൂടെ വലിയ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തർക്കങ്ങളും ചർച്ചകളും മീറ്റിങ്ങുകളും നടത്തേണ്ട ഒരു സ്ഥലമല്ല ഇതെന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനം മുഴുവനായിട്ട് ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. കർത്താവ് പൊള്ളിക്കും. തെരഞ്ഞെടുത്ത ഒരു ജനത്തെ നന്നായിട്ട് പൊള്ളിച്ച കർത്താവാണ്. അത്രയും വാഗ്ദാനം ചെയ്ത ഒരു ജനത്തെ പ്രവാസത്തിലേക്ക് കൈവിട്ട് കളഞ്ഞൊരു കർത്താവാണ്. ഇറങ്ങി വന്ന ദേവാലയത്തിൽ നിന്ന് മഹത്വം ഇറങ്ങിപ്പോയത് എസെക്കിയേലിലൂടെ കാണിച്ചു കൊടുത്തൊരു കർത്താവാണ്. പൊള്ളിക്കും. ഇത് സ്വരം കേക്ക്, ദൈവത്തിന്റെ സ്വരമായിട്ട് ഇത് കേക്ക്. ദേവാലയത്തോടുള്ള അവഗണന, ദേവാലയ കർമ്മങ്ങളോടുള്ള നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ, വിശുദ്ധ കുർബാനയോടുള്ള അനാദരവ്, അശ്രദ്ധയോടെയുള്ള ബലിയർപ്പണം, ബലി വേണ്ട രീതിയിൽ യോഗ്യതയോടെ അർപ്പിക്കാതിരുന്നതെല്ലാം ഈ പൊള്ളലിന് കാരണമാകും. ഇതായിരിക്കണം മറ്റൊരു ഭാഷ്യത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ സകല സങ്കടങ്ങൾക്കും വേദനകൾക്കും കാരണം ഈ വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച അനാദരമാണ്. എത്ര മധുരമവൻ നാമമെനിക്കു ഓർത്തുവരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു.